നമസ്കാരം, മീഡിയ സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇന്ന് മീഡിയ സ്റ്റോറി പുതിയൊരു അധ്യായം തുറക്കുകയാണ്. മാധ്യമങ്ങൾ നമ്മോട് പറയാത്ത, നമ്മളാരും കാണാത്ത, കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്ന നമ്മുടെ നാട്ടിലെ വികസന പ്രവർത്തനങ്ങളുടെ ഒരു നേർക്കാഴ്ച മീഡിയ സ്റ്റോറിയിൽ ഇന്നു മുതൽ കാണാം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ ആക്രമണങ്ങൾ നേരിടുന്ന ഒരു മന്ത്രി ആരാണ്? ചിലപ്പോൾ കായികപരമായും ആക്രമണങ്ങൾ നേരിടുന്ന ഒരു മന്ത്രി ആരാണ്? അത് മന്ത്രി വീണ ജോർജാണ്. എന്തുകൊണ്ട് മന്ത്രി വീണ ജോർജ് നിരന്തരം ആക്രമിക്കപ്പെടുന്നു? അതറിയണമെങ്കിൽ നമുക്ക് കുറച്ച് പിന്നോട്ട് സഞ്ചരിക്കണം. ചികിത്സ എന്നത് ഒരു ഔദാര്യമല്ല, മറിച്ച് ഓരോ പൗരൻ്റെയും അവകാശമാണ്. ഇടതുപക്ഷം നയിക്കുന്ന സർക്കാരുകൾ ദശകങ്ങളായി കാത്തുസൂക്ഷിക്കുന്ന ഈ ജനപക്ഷ നിലപാടാണ് കേരളത്തിലെ ആരോഗ്യ മാതൃകയുടെ നട്ടെല്ല്. സർക്കാർ ആതുരാലയങ്ങളിൽ ആവശ്യത്തിന് മരുന്നും ഡോക്ടർമാരും ഇല്ലാതിരുന്ന ഒരു കാലത്താണ് 2016 ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരമേൽക്കുന്നത്. കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ മാതൃകാപരമായ ഇടപെടലുകൾ നടത്തുവാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായി ആരോഗ്യ സംവിധാനങ്ങളുടെ ശാക്തീകരണത്തിന് 2016 തുടങ്ങിയ പദ്ധതിയാണ് ആർദ്രം. ഇതിന്റെ ഭാഗമായി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തി അവയെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തി. സ്വകാര്യ കോർപ്പറേറ്റ് ആശുപത്രികളിലെ താങ്ങാനാവാത്ത ചികിത്സാ ചെലവുകൾ കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്ന പൊതുജനങ്ങൾക്ക് ആശ്വാസം നൽകുവാനും ആരോഗ്യ സേവന മേഖലയുടെ കരുത്ത് വർദ്ധിപ്പിക്കുവാനും ആർദ്രം പദ്ധതിക്ക് കഴിഞ്ഞു. ജീവിതശൈലി രോഗങ്ങളുടെ കടന്നുവരവും പുത്തൻ പകർച്ചവ്യാധികളും ആരോഗ്യ മേഖലയുടെ അമിതമായ സ്വകാര്യവൽക്കരണവും വർദ്ധിച്ച ചികിത്സാ ചെലവുമൊക്കെ ചേർന്ന് ആരോഗ്യത്തിന്റെ കേരള മോഡൽ എന്ന സങ്കല്പത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്ത സമയത്താണ് ആർദ്രം പദ്ധതിയിലൂടെ നാം ഗംഭീരമായ ഒരു തിരിച്ചുവരവ് നടത്തിയത്. 2018 മെയ് മാസത്തിൽ കേരളത്തിൽ നിപ്പ വൈറസ് ബാധയുണ്ടായി. നിപ്പ രോഗനിയന്ത്രണത്തിൽ കേരളം കൈവരിച്ച നേട്ടം വ്യാപകമായി അംഗീകരിക്കപ്പെട്ടു. 2018 വെള്ളപ്പൊക്കക്കാലത്ത് പകർച്ചവ്യാധി നിയന്ത്രണത്തിൽ ആരോഗ്യവകുപ്പും പഞ്ചായത്തുകളും സഹകരിച്ച് പ്രവർത്തിച്ചതിന് ഫലമായി പകർച്ചവ്യാധികൾ തടയുന്നതിന് സഹായിച്ചു. നിപ്പ പ്രളയകാല അനുഭവങ്ങളും അതിലൂടെ ലഭിച്ച പൊതുജനാരോഗ്യ അറിവുകളും പിന്നീട് ഇവിടെ പടർന്നു പിടിച്ച കോവിഡിന്റെ പ്രതിരോധത്തിന് കാലേക്കൂട്ടി ഇടപെടുവാൻ അനുകൂല പശ്ചാത്തലമൊരുക്കി. ആർദ്രം പദ്ധതിയിലൂടെ കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനം സുസജ്ജവും സുശക്തവുമായിരുന്ന സമയത്താണ് നിപ്പയും പ്രളയവും കോവിഡും കടന്നു വരുന്നത്. കോവിഡ് നിയന്ത്രണത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച ലോക പ്രദേശങ്ങളിലൊന്നാണ് കേരളം എന്ന് വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. കോവിഡ് രോഗികൾക്കെല്ലാം ചികിത്സ ഉറപ്പാക്കുവാനും രോഗികളുടെ എണ്ണത്തിലുണ്ടായ വർധനവിനെ അനുസരിച്ച് ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാക്കാനും കഴിയുന്ന ഫ്ലാറ്റനിങ് ഓഫ് ദി കർവ് എന്ന ലക്ഷ്യം കൈവരിക്കുവാൻ ആരോഗ്യവകുപ്പിന് സാധിച്ചു. 2016 സർക്കാർ നടപ്പിലാക്കിയ ജനകീയ പദ്ധതികൾ കൂടുതൽ വ്യാപകമായി നടപ്പിലാക്കി വരികയാണ് 2021 അധികാരമേറ്റ രണ്ടാം പിണറായി സർക്കാർ. ഇതിന്റെ ഭാഗമായി ദേശീയ ആരോഗ്യ സൂചികകളിൽ കേരളം മുന്നിൽ തുടരുന്നു. നീതി ആയോഗ് റിപ്പോർട്ടിൽ കേരളത്തിന്റെ റാങ്കിംഗ് 1ാമതായി തുടരുന്നു. എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജുകളും നഴ്സിംഗ് കോളേജുകളും തുടങ്ങുവാൻ നമ്മുടെ സർക്കാരിന് സാധിച്ചു. നമ്മുടെ ശിശുമരണ നിരക്ക് 5ആണ്. മാതൃമരണ നിരക്കും കുറവാണ്. രാജ്യത്ത് മാത്രമല്ല, ലോകരാജ്യങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ പോലും ഇത് വളരെ കുറവാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണ്. സർക്കാർ മേഖലയിൽ ആദ്യമായി റോബോട്ടിക് സർജറി നടത്തുവാൻ നമുക്ക് സാധിച്ചു. ആരോഗ്യ മേഖലയിൽ കഴിഞ്ഞ 10 വർഷക്കാലം ജീവനക്കാരുടെ 10,653 തസ്തികകളാണ് സൃഷ്ടിച്ചത്. 1000-ലധികം സ്ഥാപനങ്ങളിൽ ഹെൽത്ത് ആരംഭിക്കുവാൻ കഴിഞ്ഞു. 5416 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ പ്രവർത്തന സജ്ജമാക്കുവാൻ നമുക്ക് സാധിച്ചു. ഈ സർക്കാരിന്റെ കാലത്ത് മെഡിക്കൽ കോളേജുകൾ അടക്കമുള്ള ആരോഗ്യ കേന്ദ്രങ്ങളുടെ മുഖച്ഛായ തന്നെ മാറ്റുന്ന വികസന പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. അവയവദാന ശസ്ത്രക്രിയ പോലും നടത്തുവാൻ സാധിക്കുന്ന ജില്ലാ ജനറൽ ആശുപത്രികളുള്ള രാജ്യത്തെ ഏക സംസ്ഥാനം കേരളമാണ്. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ അവയവമാറ്റ ശസ്ത്രക്രിയ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ കോഴിക്കോട് നിർമ്മാണം പുരോഗമിക്കുന്നു. ക്യാൻസർ ചികിത്സയ്ക്ക് RCCയിലും MCCയിലും സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചത് ഈ സർക്കാരിന്റെ കാലത്താണ്. അതോടൊപ്പം തന്നെ മെച്ചപ്പെട്ട ചികിത്സയും പരിചരണവുമെന്ന രോഗികളുടെ സ്വപ്നവും പൂവണിയുകയാണ്. ആശുപത്രികളിൽ സർക്കാർ നേരിട്ട് ഇടപെടാൻ തുടങ്ങിയാൽ അത് ആരോഗ്യവകുപ്പ് മന്ത്രിയെ തെരുവിൽ ആക്രമിക്കുന്നതിന് വരെ ഇടയാക്കും എന്നാണ് ഇപ്പോൾ വ്യക്തമാവുന്നത്. വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ ആക്രമണം. ഇത്രയുമൊക്കെ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് കുതിക്കുമ്പോൾ ആരോഗ്യ മേഖലയിലെ ചെറിയ പോരായ്മകളെ പോലും പർവ്വതീകരിച്ച് ആരോപണശരങ്ങളും ആക്രമണങ്ങളും നടത്തുന്നവരെ ഒറ്റപ്പെടുത്തിയേ മതിയാകൂ. കാരണം ഇവരുടെ ചെയ്തികൾ അത്ര നിഷ്കളങ്കം അല്ല എന്നത് തന്നെ. ലോകം മുഴുവൻ പ്രകീർത്തിച്ച കേരളത്തിന്റെ ആരോഗ്യ മാതൃകയെ തകർത്ത് വൻകിട കോർപ്പറേറ്റുകൾക്ക് വഴിയൊരുക്കുവാനുള്ള ഒരു വലിയ ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലുള്ളത്. മീഡിയ സ്റ്റോറി ഒരു യാത്ര ആരംഭിക്കുകയാണ്.
സംസ്ഥാനത്തെ പ്രധാന ആരോഗ്യ സ്ഥാപനങ്ങളിലൂടെ ഒരു യാത്ര. മാർച്ച് 11 ബുധനാഴ്ച രാത്രി 8 മണിക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെയും SAT ആശുപത്രിയിലെയും വികസന കാഴ്ചകൾ കാണാം. കേരളത്തിന്റെ ആരോഗ്യ മേഖല മാറിയതല്ല, മാറ്റിയെടുത്തതാണ്. നിരാലംബരും സാധാരണക്കാരുമായ മനുഷ്യരോട് കരുണയുള്ള, ഇച്ഛാശക്തിയുള്ള ഒരു ഇടതുപക്ഷ സർക്കാർ മാറ്റിയെടുത്തതാണ്. പൊതുമേഖലയിൽ ആരോഗ്യരംഗം ഇങ്ങനെ ശക്തിപ്പെടുന്നതിൽ ഖേദമുള്ള മൂലധന ശക്തികളും വലത് രാഷ്ട്രീയവും മാധ്യമങ്ങളും ഒക്കെ ചേർന്ന് അതുകൊണ്ട് തന്നെ മന്ത്രി വീണ ജോർജിനെ നിരന്തരം ആക്രമിച്ചു കൊണ്ടേയിരിക്കുന്നു. ആരോഗ്യ മേഖലയുടെ വികസന കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ആരോഗ്യ മേഖലയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നമസ്കാരം.